കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ, കർബല കഥയൊന്നു വിവരിക്കട്ടെ. പരിശുദ്ധ ഇസ്ലാമിൽ കരിമുകിൽ വീഴ്ത്തിയ ഇതിഹാസമോതിടട്ടെ, കർബല ഇശലായി കോർത്തിടട്ടെ. കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത കഥയൊന്നു വിവരിക്കട്ടെ, കർബല കഥയൊന്നു വിവരിക്കട്ടെ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ പാട്ടൊക്കെ പാടിയിട്ടെന്ന്. ഇന്ന് മുഹറം 10 കർബല ദിനം കൂടിയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പാട്ട് കൂടി പാടി തുടങ്ങാമെന്ന് വിചാരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണത്. അതുകൊണ്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പാടിയതാണ്. ആരും എന്നെ കൊല്ലണ്ട, വെറുതെ വിട്ടാൽ മതി, പേടിപ്പിച്ച് വിട്ടാൽ മതി കേട്ടോ. ഇത് ഞാൻ വ്യാഴാഴ്ച രാത്രി എടുത്ത വീഡിയോ ആണ്. ജസ്റ്റ് വീഡിയോ എടുത്തത്, ഒരുപാട് പണിയും തിരക്കൊക്കെ ഉണ്ടായിന്. വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഇതാ പണി കായയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നേക്ക് വേണ്ടിയിട്ടില്ല ഓർഡറാണ്. അപ്പോൾ രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് പണി കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. ചിക്കൻ റോളും അപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അനിയത്തി നേരത്തെ ഉണ്ടാക്കിയിട്ട് ഓളെല്ലാം പോയിട്ട് കിടന്നിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. രാത്രി എൻ്റെ പണിയൊക്കെ കഴിയുമ്പോൾ 12 മണിയായിട്ടുണ്ട്. പിന്നെ ഞാനിതാ വെയ്സനിൽ പാത്രമൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുള്ളൊന്നും കഴുകാനില്ല, എൻ്റെ പെട്രോളൊക്കെ തീർന്ന് ഇനി വണ്ടി വലിയൂലെന്ന് കണ്ടപ്പം പിന്നെ ഞാൻ എല്ലാം വെയ്സനിലിട്ടിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്തതിന്. പിന്നെ വേസ്റ്റൊന്നും ചാടാത്തത് എന്തേ നിങ്ങൾ വിചാരിക്കേണ്ട, രാത്രി പുറത്ത് കുറേ നായ്ക്കളുണ്ടാവും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ടാണ് വേസ്റ്റൊക്കെ അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വെച്ചത്. പിന്നെ ഇതാ രാവിലെ ഒരു 8 മണി 8:30 ആയപ്പോഴാണ് അടുക്കളയിലേക്ക് വന്നത്. പിന്നെ രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അത്താഴത്തിന് എണീച്ചും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതാ 8:30 മണിക്കാണ് എണീറ്റ് വന്നത്. ഇന്ന് ആശൂറ ദിനായതുകൊണ്ട് ആശൂറ ചോറ് എന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ട് നമ്മളെ നാട്ടിലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാത്രിയെ കുതിർത്തി വെച്ചതാണ്. ഗോതമ്പും പിന്നെ വെളുത്ത കടലയും ഗ്രീൻ പീസും മറ്റേ സാദാ കടലയും കൂടിയിട്ട് രാത്രി കുതിരാൻ വെച്ചതാണ്. അതൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചരിയും കൂടെ കുതിരാൻ രാത്രിയെ വെച്ചിട്ടുണ്ട്. അതിന് അത് പിന്നെ കാരയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരയപ്പത്തിന് ഓർഡർ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും കാരയപ്പം ഉണ്ടല്ലോ എന്ന്. സത്യമാണ്, 3ാമത്തെ ദിവസമാണ് ഇത് കാരയപ്പത്തിന് ഓർഡർ. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് കാരയപ്പത്തിൻ്റെതും അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളമൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നേരത്തെ കഴുകി വെച്ചത് അത് ഞാൻ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ചേർത്തിട്ട് അത് ഗ്യാസുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് പരിപ്പ് ബിരിയാണിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതും ഓർഡറാണ്. അപ്പോൾ അതിൻ്റെ കടലപ്പരിപ്പ് ഞാൻ കുക്കറിലിട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഗ്യാസിൻ്റെ മുകളിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കുക്കറിൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ അല്ലെങ്കിൽ കുറേ ടൈമും നോമ്പും കൂടി ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ രാവിലെ വേഗം ഒരു ഉച്ചയാകുമ്പോൾ പണി തീർക്കണം എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ നമുക്ക് നോക്കാം എത്ര മണിയാകുമ്പം എല്ലാം തീരുന്നു. ഇതാ 2 അടുപ്പുമേയും 2 കുക്കറും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് തേങ്ങ ഉരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് തേങ്ങയൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട്. പരിപ്പ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. പിന്നെ ആശുറ ചോറ് വെക്കലുണ്ട് ഇവിടെ, അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടിയിട്ടാണ്. 2 എണ്ണം ആശുറ ചോറിന് വേണ്ടിയിട്ട് ചരച്ചെടുക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ചരച്ചെടുക്കുന്നത്. എല്ലാവരുടെ നാട്ടിലും ഇത് ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ ഞാൻ ജനിച്ച് എൻ്റെ ഒരു അറിവ് തൊട്ട് കാലം മുതലേ ഞാൻ ഇത് ഉണ്ടാക്കി കാണുന്നുണ്ട്. പിന്നെ ഒരു 10-13 വയസ്സായതിന് ശേഷം ഇതിൻ്റെ ഉള്ള പിറകിൽ ഞാൻ തന്നെയാണ്. പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കാറ്. ഉമ്മ ഒക്കെ പറഞ്ഞുതരും, ഞാൻ ചെയ്യും. പിന്നെ ഇതാ ഞാൻ പരിപ്പ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി പുറത്ത് വെച്ചിട്ടാകുമ്പോഴാണ് പണിക്കാർ വന്നിട്ട് ചൂടുവെള്ളമാണെന്ന് അറിയുന്നത്. അപ്പം പിന്നെ ഞാനൊന്നും നോക്കിയിട്ടില്ല, ആ ഉരുളിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് വേഗം ചൂടായും ചെയ്തിന്. എന്നിട്ട് അവർക്ക് വെള്ളം കൊടുത്ത് അങ്ങനെ എളുപ്പത്തിൽ വെള്ളം ചൂടായി കിട്ടുകയും ചെയ്തു. പിന്നെ നമ്മുടെ പരിപ്പിൻ്റെ പണ്ടം അവിടെ നിന്ന് തന്നെ ഞാൻ വേഗം റെഡിയാക്കി എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അനിയത്തി ഇറച്ചിയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ഇതൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേഗം ഞാൻ ഹാഫ് മൂൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് വേഗം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യാഷൊക്കെ തന്ന് അവർ പോയിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് ഞാൻ പരിപ്പ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല മാവൊക്കെ കുഴച്ചെടുത്തിട്ട് എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കുഴക്കലും പരത്തലും മുറിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി അതിലേക്ക് പണ്ടം നിറച്ചു കൊടുക്കലാണ്. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. എല്ലാം ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇത് നമ്മൾ അടുത്ത പരിപാടി അതിന് പിരിയിട്ട് കൊടുക്കലാണ്. പിന്നെ അത് വേഗം ഒന്ന് പിരിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ സൈഡിൽ അനിയത്തി പിന്നെ ഇറച്ചിയുടെ ഉണ്ടാക്കുന്നില്ല തയ്യാറെടുപ്പിലാണ്. ഓള് അതൊക്കെ പരത്തിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഞാൻ പിരിയടൊക്കെ പരത്തി പിരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതാ ഉരുളിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇതാ നല്ല പോലെ ചൂടാകുമ്പോൾ നമ്മുടെ പിരിയട അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയെന്ന്. ഇന്നലെ ഇട്ട വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി, നിങ്ങളെ സംസാരം കണ്ണൂർ സ്ലാങ് പോലെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ണൂരാണോ എന്ന് വെച്ചിട്ട്. അധിക വീഡിയോൻ്റെ അടിയിലും ഇതുപോലത്തെ കമൻറ്റ് ഉണ്ടാകാറുണ്ട്. ജനനം കൊണ്ട് കാസർഗോഡ് ജില്ലക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ കണ്ണൂർ ജില്ലക്കാരിയാണ്. അതെ, കണ്ണൂരും കാസർഗോഡും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംസാരവും പിന്നെ എല്ലാം അങ്ങനെ തന്നെയായിരിക്കും എൻ്റേത്. പിന്നെ നമ്മളെ കർമ്മങ്ങളൊക്കെ കണ്ണൂർ ജില്ലക്കാർ പോലെ ആയിരിക്കും. സംസാരം എന്ന് പറഞ്ഞാൽ അത് കാസർഗോഡാറതും കണ്ണൂരാറതും മിക്സ് ആയിട്ടുള്ള സംസാരമായിരിക്കും. അതായത് കണ്ണൂർ ജില്ലേൻ്റെ എൻഡാണ് എൻ്റെ സ്ഥലം, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലേൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് എൻ്റെ സംസാരം കണ്ണൂർ ജില്ലക്കാർ പോലെയൊക്കെ തോന്നുന്നത്. എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലെ മാണിയാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ചെറുവത്തൂരിൻ്റെയും തൃക്കരിപ്പൂരിൻ്റെയും ഇടയിലായിട്ട് വരും എൻ്റെ സ്ഥലം. ഒരുപാട് പേര് ചോദിക്കലുണ്ട് എവിടെയാണ് സ്ഥലം എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പ് ബിരിയാണിയൊക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതേ അടുപ്പത്ത് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു വട്ടയിൽ. പിന്നെ അത് നല്ല പോലെ ചൂടാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്ന അരി 1 കിലോ അരിയാണ് ഞാൻ അതിലേക്ക് ഇട്ടത്. എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഉള്ളിന്ന് കാരയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. ആ അടുപ്പിനെ തന്നെ കാത്തു നിന്നാൽ ശരിയാവില്ല. സമയം പടപടാന്ന് പറഞ്ഞ കണക്ക് പോകും. ചില സമയത്ത് എനിക്ക് സമയത്തിനെ പിടിച്ചവിടെ നിർത്തിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ കാരയപ്പം ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്ത് വരുമ്പോഴേക്ക് നമ്മുടെ ചോറ് പകുതി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടലപ്പരിപ്പ് കൂടി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തുവര എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് മമ്പയർ എടുത്തിട്ടുണ്ട്. എല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്തതിന് ശേഷം എല്ലാം ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളം ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 1/4 കിലോ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് ഗ്യാസിൻ്റെ മുകളിൽ അലിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടുന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് ഇതാ നമ്മൾ രാവിലെ വേവിച്ച് വെച്ച ഗോതമ്പും കടലയും ഗ്രീൻ പീസും ഒക്കെ ഇതാ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം അരച്ച കപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഇപ്പം ഇട്ടതൊക്കെ 1/4 കപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതെല്ലാം ഇതാ വെള്ളം ഒഴിച്ചിട്ട് അതും കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ 2 തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർക്കാൻ. പിന്നെ 2-3 സ്പൂണ് ചെറിയ ജീരകം, കുറച്ച് ഏലക്കായും കൂടെ അതിലിട്ടിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയിലേക്ക്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുക്കണം. നല്ലോണം മതിയണ്ട, ഒതുക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും കസ്റ്റമർ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം പിന്നെ പാക്കിംഗ് ആക്കി വെച്ച് എല്ലാം തൂക്കിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ വന്നാൽ വേഗം എടുത്തു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പുറത്തേക്ക് വരുമ്പോഴേക്ക് ഇതാ നമ്മുടെ ചോറൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച എല്ലാ ധാന്യങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം പിന്നെ വെള്ളം ഉരുക്കിയതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ തേങ്ങാക്കൂട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അങ്ങനെ എല്ലാതും കൂടി നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരണം, അതുവരെ വെയിറ്റ് ആക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ കസ്റ്റമർ വന്നെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ വേഗം അവർക്ക് വേണ്ടത് എടുത്തു വെക്കുന്നുണ്ട്. ചിക്കൻ റോളും കായടിയും ഇറച്ചിയടിയും ഒക്കെ ഉണ്ട്. പിന്നെ പരിപ്പ് ബിരിയാണിയും എല്ലാം ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അവർ വന്നിട്ട് അതൊക്കെ വാങ്ങിയിട്ട് അവരും പോയിട്ടുണ്ട്. പിന്നെ ഞാൻ തിളച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് കുറേ പാത്രത്തിൽ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കുന്നതെന്ന്.
എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഉണ്ടാക്കൽ 7 തരം ധാന്യങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് 7 വീട്ടിൽ കൊടുക്കണമെന്ന്. പക്ഷേ ഇത് ഒരു 10 വീട്ടിലൊക്കെ കൊടുക്കാനുണ്ട്. ഞാൻ 10 പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അങ്ങനെ ഇതാ എല്ലാ പാത്രവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. പിന്നെ ഉമ്മ ചെയ്യുന്നത് കണ്ടു, അതുപോലെ ഞാനും ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു കസ്റ്റമർ വന്നിട്ട് അവരും സാധനം വാങ്ങി പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തൃക്കരിപ്പൂരേക്ക് വിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ആശൂറാൻ്റെ അന്ന് റിസ്ക് വിശാലമാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കൊടുത്താൽ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഇത് എല്ലാവരെയും കാണിക്കാനും അങ്ങനെ ഉദ്ദേശത്തോടു കൂടിയൊന്നല്ല ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ എല്ലാ വർഷവും ചെയ്യാറുണ്ട്, പക്ഷേ അന്നേരം വീഡിയോ ഒന്നും ഞാൻ എടുക്കലില്ല, വീഡിയോ അപ്ലോഡ് ആക്കലില്ല. ഇപ്രാവശ്യം ഞാൻ വീഡിയോ ഒക്കെ എൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഓരോ ദിവസത്തെ കാര്യങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതുപോലെ ഇതും അതിൽ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. പിന്നെ ആരും മുഖമോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആരും മുഖമൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല. പിന്നെ ഇതാ അടുത്തടുത്തേക്ക് പോയായിരുന്നു. ഇപ്പം സമയം 5:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് നോമ്പ് മുറിക്കാനും ഉണ്ടാക്കാനും പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനും ഒക്കെ പണിയുണ്ടത്രേ. നമ്മുടെ ഓർഡറും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ 4 മണിയായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തൃക്കരിപ്പൂരേക്ക് പോയത്. അവിടെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ തൃക്കരിപ്പൂർ തന്നെ സമയം പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് ചടപടാ ഓടിക്കയറിയത്. ഓരോ വീട്ടിലും ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും പുറത്തുനിന്ന് തന്നെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നേരെ വീട്ടിലെത്തുമ്പോൾ സമയം 6:17 ആയിട്ടുണ്ട്. ഒരു സാധനവും വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ വന്ന ഉടനെ തന്നെ വേഗം പർദ്ദയൊക്കെ അവിടെ കീച്ച് ചാടിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇതാ മുട്ട എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഇറാനി പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മസാല നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറാനി പോളൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അങ്ങനെ ഇതാ വേഗം ഞാൻ ഒരടുപ്പത്ത് ചിക്കൻ വേഗം മുളകും ഉപ്പൊക്കെ പെരക്കിയിട്ട് അതും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, വേഗം ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ അവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമ്മുടെ ഫ്രൂട്ട്സും കട്ട് ചെയ്താൽ ഈ പണിയും അതിൻ്റെ ഇടയിൽ തന്നെ കഴിയുമല്ലോ. അങ്ങനെ ഇതാ വേഗം വത്തക്കയും പിന്നെ ആപ്പിളും മാങ്ങയും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുകയെന്ന്. പിന്നെ സിട്രസ് പിന്നെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ മുന്തിരി ജ്യൂസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ആകുമ്പോൾ എത്രത്തോളം ആകുന്നു അത്രത്തോളം ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ബാങ്ക് കൊടുക്കേണ്ട ടൈം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയെന്ന്. പിന്നെ അതുകൊണ്ട് പിന്നെ വേഗം സ്പീഡാക്കി പിന്നെ പള്ളിയിൽ ഉസ്താദിനും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഇങ്ങനെ ചടപടാ ആക്കിയെന്ന്. പിന്നെ ഇതാ മുന്തിരി ഞാൻ ജ്യൂസ് അടിച്ചിട്ടില്ല. ജ്യൂസ് അടിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ജ്യൂസ് അടിക്കാണ്ടത് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുക ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ പിന്നെ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. വേറെ എന്തുണ്ടാക്കുന്ന ഒരു പിടുത്തം കിട്ടാത്തതുകൊണ്ട് വേഗം ബ്രെഡിൻ്റെ മുകളിൽ ചീസും പിന്നെ ചിക്കനും ഇങ്ങനെ ഫ്രൈ ചെയ്തതൊന്നും ഉള്ളിയിട്ടിട്ടിട്ട് പിന്നെ ക്യാരറ്റും മല്ലിയിലൊക്കെ ഇട്ടിട്ട് അതും വേഗം ഓവണിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അങ്ങനെ അത് 2 തരം ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ. അങ്ങനെ നോമ്പ് മുറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾക്ക് ആശൂറ ദിവസത്തിൽ കിട്ടിയ ഐറ്റംസാണ് ഇതൊക്കെ. 2 കെട്ട് ചിക്കൻ ഉണ്ട്, പിന്നെ 2 കെട്ട് ചെറിയ അരിയുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഇതാ പായസമുണ്ട്, ചക്കരച്ചോറുണ്ട്. അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഇങ്ങനത്തെ ആചാരങ്ങളുണ്ടോ, അല്ല ഇതുപോലെ നിങ്ങളടുക്കൊക്കെ കിട്ടാറുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരവും അവിടെയൊക്കെ ക്ലീനിങ് ഒക്കെ അതൊക്കെ ഒരു ഭാഗത്ത് ആക്കി വെച്ചതിന് ശേഷം ഇതാ ഞാൻ രാത്രിയേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയെന്ന്. ഒരു ഭാഗത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പെരക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം ഉള്ളിയും വലിയ ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അത് നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം പത്തിരി ചുടുന്ന അരിപ്പൊടിയിലെ ആ പൊടിയിലേക്കാണ് നമ്മുടെ അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എന്നിട്ട് സാധാ നോർമൽ വാട്ടറിൽ തന്നെയാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതാ ഇറച്ചിക്കടമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. ഓരോ നാട്ടിലും ഇതിനെ ഓരോ പേരായിരിക്കും വിളിക്കൽ. നമ്മളെ നാട്ടിൽ ഇതിനെ ഇറച്ചിക്കടമ്പ് എന്നാണ് പറയൽ. ഓരോ നാട്ടിൽ അണപ്പത്തിൽ കുഞ്ഞിപ്പത്തിൽ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മുടെ ഇവിടെ ഇറച്ചിക്കടമ്പ് എന്നാണ് പറയൽ. അങ്ങനെ ഇതാ ഞാൻ അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്.
എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ തളിച്ചപ്പോൾ ഇതും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഫോയിലിൽ തന്നെ അതോടുകൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോയിൽ വിരിച്ചിട്ട് അതിലേക്ക് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ അതവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വലിയ ജീരകം ഇട്ട് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല ചുവന്ന വരെ വറുത്തെടുക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഒക്കെ നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇറക്കി വെക്കാം. എന്നിട്ട് നേരത്തെ ഞാൻ ബീഫ് നേരത്തെ വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കുക്കറിലിട്ടിട്ട്. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പം അതിലേക്ക് തേങ്ങാപ്പാലും തേങ്ങ വറുത്തരച്ചതും അതൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒന്നാമത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇടാനുണ്ട്. പിന്നെ ഇത് ചെറിയ ചീനച്ചട്ടിയായതുകൊണ്ട് 2 പ്രാവശ്യം ഇട്ടിട്ട് എടുക്കുകയെന്ന് ഞാൻ. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അവിടെ നിന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് കടമ്പ് വെന്തോ നോക്കാം. അങ്ങനെ ഇതാ തുറന്ന് നോക്കുമ്പോൾ കടമ്പൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതോടുകൂടി ഞാൻ അത് താഴെ ഇറക്കി വെച്ചിട്ട് അത് തണിയാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് ഓരോന്നും അടർത്തി ഇങ്ങനെ എടുത്തതാണ്. അങ്ങനെ അതിലേക്ക് കറിയൊക്കെ ഒഴിച്ച് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് ഒന്ന് സെറ്റായിട്ട് വന്ന് നല്ല പോലെ തിളച്ചാൽ നമ്മൾ ഇറച്ചിക്കടമ്പ് റെഡിയായി, ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ ഇടണമെന്ന് എനിക്ക് എന്തോ ഒരു മോഹം. അതുകൊണ്ടാണ് ഞാൻ രാത്രിയായിട്ടും ഇത്ര ലേറ്റായിട്ടും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.